ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷയിലാണ്. കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പ്രതീക്ഷയിലാണ്. കേരളത്തിന് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ്റെ കാര്യമായിരുന്നു. ഇലക്ഷൻ ഡേറ്റ് എന്ന് പ്രഖ്യാപിക്കും എന്നുള്ളത്. അത് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് എന്നായിരിക്കും എന്നുള്ളതായിരുന്നു. അതും കഴിഞ്ഞു. റിസൾട്ട് വന്നു. ആരാണ് ഏത് കക്ഷി ജയിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു. ആ കക്ഷി ആരാണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കക്ഷികൾ, ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള അല്ലെങ്കിൽ MLA-മാരുള്ള ഒരു പാർട്ടിക്ക് ഇതുവരെയ്ക്കും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എനിക്കാകണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു 3 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് ഇതുവരെയ്ക്കും തീരുമാനമായിട്ടില്ല. ശരിയാണ്, കുറച്ച് നാളുകളായിട്ടുള്ളൂ കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഏത് കക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് എന്നൊക്കെ അറിഞ്ഞത് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നടൻ വിജയ് മുഖ്യമന്ത്രിയായിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ബംഗാളിൽ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അങ്ങനെ എല്ലായിടത്തും ഏകദേശം മുഖ്യമന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇനി എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലോട്ടാണ്. കേരളത്തിൽ ഇതുവരെയ്ക്കും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു തട്ടുപൊളിപ്പൻ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഇരിക്കുന്നത്. ആരായിരിക്കും എന്നുള്ളത് ഹൈക്കമാൻഡ് ഒരു മറുപടി ഇതുവരെയ്ക്കും തന്നിട്ടില്ല. കേരളത്തിലത്തെ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ ഒരു ഉറപ്പില്ല. മറ്റുള്ള കക്ഷികളെല്ലാവരും കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ ശരിക്കും പറയണമെങ്കിൽ പ്രതീക്ഷയിൽ തന്നെയാണ്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. ഇത്രയ്ക്കൊക്കെ പോകണമായിരുന്നോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഇതിപ്പോൾ കുറേ നാളുകളായി നമുക്ക് ഇലക്ഷൻ ഇവരെല്ലാവരും പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഭരണപക്ഷത്തോട് വരാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രയത്നിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം ആക്റ്റീവ് ആയിരുന്നില്ല. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശരിക്കുള്ള ആക്റ്റീവായിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതൊക്കെ അവരുടെ കഴിവാണ്. അതിൻ്റെ ഫലം അവർ കണ്ടു. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തോട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തോട്ടോ ആരായിരിക്കണം എന്നുള്ളതിൻ്റെ തീരുമാനമൊന്നും അവർ എടുത്തിരുന്നില്ല. കാരണം ഇലക്ഷനിലെ വിജയം അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. ഒരു 50-50 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തോൽക്കുക ആ രീതിയിലായിരുന്നു. ഇത്രയധികം ഭൂരിപക്ഷം നേടുമെന്നുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് അത്രയധികം ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നൊരു ഉറപ്പ് കൊടുത്തപ്പോഴും ഭരണപക്ഷത്തിലുള്ളവരും ഈ ഭരണപക്ഷത്തിൻ്റെ അനുകൂലികൾ എല്ലാവരും അവരെ കളിയാക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം അത്രയധികം കൃത്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അത് തന്നെയാണ് സത്യമായി വന്നത്. അപ്പോൾ ആകെ ഒരു അന്താളിപ്പ് വന്നു. അയ്യോ, ജയിച്ചു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ. അപ്പോഴാണ് ഇവിടെ ഈ ഗ്രൂപ്പുകളുടെ കളി വരുന്നത് അല്ലേ. എല്ലാവരും ഭരണപക്ഷത്തിരുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്ത് ഇയാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ വിമർശനം ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഗാലക്സി ആൾക്കാർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ ഗാലക്സിയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. അതിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ അടുത്ത ആൾക്കാർ പിണങ്ങിപ്പോകും. അതായത് ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ഗ്രൂപ്പുകളാണ്. ഞാൻ പറഞ്ഞ ഘടകകക്ഷികളല്ലാതെ തന്നെ ഒരു പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ. ഇതാണ് ഇപ്പോൾ ഈ 3 വ്യക്തികളിൽ നിന്നും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനൊരു അവസ്ഥ വേണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. എന്തായാലും 102 സീറ്റൊക്കെ കിട്ടി ഭൂരിപക്ഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു കക്ഷി 1-2 ദിവസത്തിനകം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ട ഒരു ലെവലിൽ എത്തണമായിരുന്നു. അതിന് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് തന്നെയാണ്. ഹൈക്കമാൻഡ് കുറച്ചും കൂടെ ശക്തമായിട്ട് മുൻപ് തന്നെ ഒരു തീരുമാനം എടുത്തു വെക്കണമായിരുന്നു. കേരളത്തിലെ ജയം തോൽവി അതെന്തായാലും സംഭവിക്കുമല്ലോ. ഇനി ജയിക്കുകയാണെങ്കിൽ നമ്മളിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയത്തിന് ഇട്ട് കൊടുക്കരുത് എന്നുള്ള രീതിയിലോട്ട് അവർ പ്രവർത്തിക്കണമായിരുന്നു. കാരണം എന്തിനും ഏതിനും എപ്പോഴും ചർച്ചകളാണ് ഇതിനകത്ത്. എപ്പോഴും ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ ജയിച്ചു വരുമ്പോൾ വീണ്ടും അതിലോട്ട് തന്നെ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാതെ സൂക്ഷിക്കേണ്ടത് ഹൈക്കമാൻഡിനെയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഈ ഒരു കക്ഷിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയധികം ചർച്ചകൾ വന്നത്. ദേശീയ തലത്തിൽ ചർച്ചയായി. കേരളത്തിൽ പിന്നെ പറയണ്ട, അവഹേളനം എന്നുള്ള രീതിയിലും
വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, പോസ്റ്ററുകൾ കീറുന്നു, കത്തിക്കുന്നു. അത് സ്വന്തം പാർട്ടിയിലത്തെ ആൾക്കാർ ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നാളെ മിക്കവാറും പ്രഖ്യാപിക്കുമെന്നാണ് കാണുന്നത്. പ്രഖ്യാപിച്ചതിന് ശേഷം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിൽ ആരൊക്കെയാണ് ഇനി ഈ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിന് ശേഷം അതൃപ്തി രേഖപ്പെടുത്തുന്നതും അതിന് ശേഷമുള്ള കളികൾ എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. കാരണം എല്ലാ ജനങ്ങൾക്കും ആദ്യമേ ഒരു ഇതുണ്ടായിരുന്നു, ഇവർ വന്നു കഴിഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലും, അല്ലെങ്കിൽ അഴിമതി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന മുൻവിധിയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവരൊപ്പം നിന്ന് ഒരു ഭരണമാറ്റം ആഗ്രഹിച്ച ജനങ്ങളാണ് അല്ലേ. ഒരു ഭരണം 10 വർഷം ഭരിച്ച ഒരു കക്ഷിയിൽ മാറട്ടെ, ഇനി ഇവർക്ക് കുറച്ച് ചാൻസ് കൊടുക്കാം, ഇവരെങ്ങനെ ഭരിക്കുമെന്ന് നോക്കാം എന്നൊക്കെ വളരെയധികം ആഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള ജനതയാണ്. ഒരുപാട് വികസനങ്ങളെ എല്ലാം തള്ളിയിട്ട് ഇനി ഇവർ വരുമ്പോൾ എന്തൊക്കെ വികസനം വരും, ഇവർ കൊടുത്തിരിക്കുന്ന 5 വാഗ്ദാനങ്ങൾ ഇവർ നിറവേറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇവർക്ക് ഒരു ചാൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉറപ്പ് ഇവർ നിലനിർത്തണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നാളെ നമുക്കറിയാം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് ശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഇവരുടെ നിലപാടുകൾ എന്നും നമുക്ക് കാണാം. ഇനി കേരളത്തിൽ സത്യം പറയുകയാണെങ്കിലോ പുതിയൊരു ഭരണമാണ് വരുന്നത്. പുതിയ ഒരുപാട് സംഭവ വികാസം ഉണ്ടാവും. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരുപാട് വാർത്തകളുണ്ടാവും. ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് വരുന്നത് CPM ആണല്ലോ. അപ്പോൾ അവരും വെറുതെ ഇരിക്കും, അവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും കൂടുതൽ ശക്തമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ധർണകളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ കേരളം ഇത്രയും നാളത്തെ ഇതുപോലെ ആവില്ല. ഓരോ കാര്യങ്ങൾ അതായത് അവർ ഇറങ്ങി പോകുമ്പോൾ ചെയ്തിട്ടുള്ള വികസനങ്ങൾ തുടർച്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇനി വികസനം ഉണ്ടാകുമോ? കേരളത്തിൽ ഇതുവരെയ്ക്കും പവർ കട്ട് ഉണ്ടായിരുന്നില്ല, റോഡുകളെല്ലാം നന്നായിട്ടുണ്ട്, പാലങ്ങളെല്ലാം നന്നായിട്ടുണ്ട്, വിദ്യാഭ്യാസ രംഗം വളരെ നല്ല പുരോഗതിയിലാണ് പോകുന്നത്. ഇതെല്ലാം ഇവരും വരുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടാകുമോ, അതിനേക്കാളും ബെറ്റർ ആകുമോ എന്നെല്ലാം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രതീക്ഷ, അതായത് ന്യൂജൻകാരാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ ന്യൂജൻകാർക്ക് ഇതുവരെയ്ക്ക് ഈ ഒരു ഭരണത്തിൻ്റെ കാര്യം അവർ വോട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവർ ചെറിയ പിള്ളേരായിരുന്നു. ഈ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അവർ ചെറിയ കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ ബോധമില്ല, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി വരുമ്പോൾ എങ്ങനെയായിരുന്നു അവരെ ഭരണം എന്ന് അറിഞ്ഞില്ല. ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കാര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അവർ ഈ ഭരണത്തിലോട്ട് ഇവർ വന്നാൽ എന്തൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ന്യൂജൻ പിള്ളേരായിരിക്കും. അപ്പോൾ അവരുടെ ഒക്കെ ഭയങ്കര പ്രതീക്ഷയൊന്നും അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് തുടർന്ന് പോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഏതൊരു കക്ഷിയാണെങ്കിലും ഏതൊരു പുതിയ ഗവൺമെൻറ് ആണെങ്കിലും നന്നായി ഭരിച്ച് മുന്നോട്ട് പോകട്ടെ അല്ലേ, നമ്മളെല്ലാവരും അതല്ലേ പ്രതീക്ഷിക്കുന്നത്. മുന്നോട്ട് പോകട്ടെ, അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അഭാവങ്ങളും നേരെയാണ്. പിന്നെ ഒരു ഭരണ കക്ഷിയായിട്ട് വരുമ്പോൾ അവർ നന്നായി ഭരിച്ചു പോട്ടെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാണ്ട് അവരൊരു കക്ഷി, എതിർ കക്ഷിയാണ്, അവർ മോശമായിട്ട് ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളെയാണ് അത് ബാധിക്കുന്നത്. ആ അഴിമതിയില്ലാത്ത ഇപ്പോൾ ഉള്ള വികസനങ്ങൾ കുറവാണെന്ന് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വികസനങ്ങൾ വരട്ടെ എന്നൊക്കെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഇപ്പോൾ വരും കാലങ്ങളിൽ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കും, അത് കഴിഞ്ഞാൽ മന്ത്രിമാരാരെന്ന് പ്രഖ്യാപിക്കും, ഓരോ വകുപ്പുകൾ, അതൊക്കെ നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്തെല്ലാം മാറ്റങ്ങൾ വരും, പുതിയ നിയമങ്ങൾ വരും, ഉള്ള നിയമങ്ങളെ തച്ചുടയ്ക്കും, ഇനി എന്തൊക്കെയുണ്ടാവാന്നുള്ളത് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരള ജനത ഇത്രയേ ഉള്ളൂ, പ്രതീക്ഷയിലാണ്.